ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് 7ാമത്തെ എപ്പിസോഡാണ് കാണാൻ പോകുന്നത്. എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നീയാണോ എന്റെ ഫ്യൂച്ചർ എന്ന് വൂസു ഡൂഷുമിനോട് ചോദിക്കുന്നതാണ്. അവൾ അത് കേട്ട് അവനെ നോക്കി നിൽക്കുമ്പോഴേക്കും അവിടേക്ക് ഒരു കാറ് വരുന്നു. ആ കാറിൽ നിന്ന് ഇറങ്ങുന്നത് വൂസുവിന്റെ അമ്മയായിരുന്നു. അവർ ദേഷ്യത്തിൽ ഇവളുടെ അടുത്തേക്ക് വരുന്ന കണ്ടിട്ട് കാര്യങ്ങളെല്ലാം ഞാൻ പറയാമെന്ന് വൂസു അമ്മയോട് പറഞ്ഞെങ്കിലും അവരതൊന്നും കേൾക്കുന്നില്ല. ആ സമയത്ത് ഡൂഷുമിന്റെ അമ്മ പുറത്തേക്ക് ഇറങ്ങി വരുന്നു. വൂസുവിന്റെ അമ്മയാകട്ടെ ഡൂഷുമിന്റെ അമ്മയുടെ മുഖത്തടിക്കുകയാണ്. വൂസുവും ഡൂഷുമും ആകെ ഞെട്ടിപ്പോയി. നിങ്ങൾ രണ്ടുപേരും ചേർന്നിട്ട് എന്റെ മകനെ എന്തോ ചെയ്തതാണ്, അതുകൊണ്ടാണ് അവൻ അന്ന് പേടിച്ചെറിന്റെ വീട്ടിലിരുന്നത് തന്നെ. പ്രേതങ്ങളെയൊക്കെ ഒഴിപ്പിക്കുന്ന ആൾക്കാരായതുകൊണ്ട് ഇവനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് വശീകരിക്കുമോന്ന് അവർക്ക് പേടിയായിരുന്നു. എന്നാൽ കാര്യം മനസ്സിലാക്കിയ ഡൂഷും അവനോട് പറയുന്നുണ്ട്, നീ ഇപ്പൊ ഇവിടെ നിന്ന് പോകുന്നതാ നല്ലത്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഒറ്റയ്ക്ക് നോക്കിക്കൊള്ളാമെന്ന്. അവൻ അവിടെ നിന്ന് പോകാൻ ഒരു മനസ്സും ഉണ്ടായില്ല. എന്നാൽ അവന്റെ അമ്മ അവനെ അവിടെ നിന്നും വലിച്ചു പിടിച്ചു കൊണ്ടുപോയി. ആ സമയത്ത് പുറത്തേക്ക് ഇറങ്ങി വന്ന നാമാകട്ട് അവരോട് പറയുന്നുണ്ട്, ഇതെല്ലാം തന്നെ ഞാൻ കാരണമല്ലേ ഉണ്ടാകുന്നത്, അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം, ഞാൻ പോവുകയാണെന്ന്. നീ ഒറ്റയ്ക്ക് പോവാണെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, എനിക്കൊന്നിനും പേടിയില്ല, ഞാൻ പോവുകയാണെന്ന്. ബൂസ് പേരൻസിന്റെ കൂടെ കാറിൽ പോകാൻ നേരത്ത് സ്കൂളിൽ നടന്ന ആ ഒരു ഇൻസിഡന്റ് അവർ വീഡിയോ ആയിട്ട് കാണിക്കുന്നുണ്ട്. ഡൂഷും എന്തൊക്കെയോ കാണിക്കുകയും വൂസു ആകട്ടെ നാമനെ വിളിച്ചുകൊണ്ട് പോകുന്നതെല്ലാം തന്നെ ആ വീഡിയോയിൽ ഉണ്ടായിരുന്നു. അടിക്കേണ്ട സമയത്ത് നീ എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് അവരവനോട് ചോദിക്കുന്നു. മാത്രമല്ല നിന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട് ഈ പയ്യനുമായിട്ട് കൂട്ടുകൂടരുതെന്ന്, എന്നിട്ട് അത് നീ ഇതുവരെയും കേട്ടിട്ടില്ല. അവന്റെ അച്ഛനാകട്ടെ അവന്റെ അമ്മയെ വഴക്ക് പറയാണ്, നിന്റെ കൂട്ടുകാരിയല്ലേ ആ ശമൻ, ആ ശമന്റെ മകള് നമ്മുടെ മകന്റെ കൂട്ടുകാരിയായിരിക്കുന്നു, അപ്പൊ ഇതൊക്കെ നടക്കാതിരിക്കൂ, പഠിക്കാത്ത പിള്ളേരുടെ കൂട്ടുകൂടണ്ടെന്ന് അവര് പറയുമ്പോൾ അവൻ ചോദിക്കുന്നുണ്ട്, ഞാൻ നന്നായിട്ട് പഠിക്കുന്നത് കൊണ്ടാണോ നിങ്ങൾ എന്നെ നല്ലപോലെ നോക്കുന്നത്, ഞാൻ നന്നായിട്ട് പഠിച്ചില്ലെങ്കിൽ എന്നോടും ഇതുപോലെ നിങ്ങൾ മോശമായിട്ട് പെരുമാറുമോ എന്ന്. അങ്ങനെ തന്നെ പെരുമാറുമെന്നാണ് അവർ പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ വൂസുവിന് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അവൻ പെട്ടെന്ന് ഡ്രൈവറോട് കാർ നിർത്താൻ പറയുന്നുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ ചാടി ഇറങ്ങുമെന്നും പറയുന്നു. ഡ്രൈവർ കാർ നിർത്തിയതും അവൻ അവിടെ നിന്നും ഇറങ്ങി ഓടുകയായിരുന്നു. ആ സമയത്ത് അമ്മയുടെ കൂടെ ഷോപ്പിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന നാമിന്റെ ബാക്കിൽ ആരോ വരുന്ന പോലെ അവന് തോന്നുന്നു. പക്ഷെ ആരെയും തന്നെ അവൻ കാണുന്നില്ല. പെട്ടെന്ന് ആ ഇവിൾ സ്പിരിറ്റ് വന്നിട്ട് അവന്റെ ദേഹത്തേക്ക് കയറുകയും അവനെയും കൊണ്ട് നേരെ സ്കൂളിലേക്ക് പോവുകയുമാണ്. നാം ഇന്ന് രാത്രി അപകടത്തിലാകുമെന്ന് മനസ്സിലാക്കിയ ഡൂഷിമാകട്ടെ ആ ഇവിൾ സ്പിരിറ്റിനെ പിടിക്കാനുള്ള ആയുധങ്ങളെല്ലാം എടുത്തുകൊണ്ട് തന്റെ ബാഗിലാക്കി അവിടെ നിന്നും പുറപ്പെടുന്നു. പണ്ടവളുടെ ഗ്രാൻഡ്മ എങ്ങനെയാണോ പ്രേതത്തെ ഒഴിപ്പിച്ചിരുന്നതെന്നൊക്കെ അവൾ ഓർക്കുന്നുണ്ട്. അതുപോലെയൊക്കെ ചെയ്യാനായിരുന്നു അവളുടെ പ്ലാനിങ്. മന്ത്രങ്ങൾ ബന്ധിച്ചിരുന്ന ഒരു ചെറിയ ആയുധം ഗ്രാൻഡ്മയുടെ കയ്യിലുണ്ടായിരുന്നു. അത് വെച്ചിട്ടാണ് അവർ ആ ഇവിൾ സ്പിരിറ്റുകളെ എല്ലാം തന്നെ നശിപ്പിച്ചു കൊണ്ടിരുന്നത്. അവൾ അതും തന്റെ കയ്യിലെടുത്തു. ഇവിടെ അവളുടെ അമ്മ അവളോട് പറയുന്നുണ്ട്, ഇത് അപകടകരമായ കാര്യങ്ങളാ, നമുക്ക് വേണമെങ്കിൽ നാട്ടിൽ നിന്ന് പോകാമെന്ന്. എന്നാൽ അവൾ പറയുന്നുണ്ട്, എവിടെ പോയാലും നമ്മൾ ഇതൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും, ഈ സ്കൂളിലെ കുട്ടികളെ അങ്ങനെ കൊല്ലാൻ വിട്ടുകൊടുക്കാൻ പാടില്ല, എന്തായാലും തുടങ്ങി വെച്ചു, ഞാനിത് പൂർത്തിയാക്കിയിട്ട് ഇവിടെ നിന്നും വരൂ. അവള് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് വൂസുവിന്റെ കാൾ അവൾക്ക് വരുന്നുണ്ട്. താൻ നാമിനെ അന്വേഷിച്ച് ഇവിടെ വന്നിരുന്നു, പക്ഷെ അവനെ ഇവിടെ കാണുന്നില്ല, അവൻ എന്തോ എടുക്കാൻ മറന്നിട്ട് സ്കൂളിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞിട്ട് പോയെന്നാണ് അവന്റെ അമ്മ പറയുന്നത്. അവനെ സ്പിരിറ്റ് കൊണ്ടുപോയതായിരിക്കുമെന്ന് ഡൂഷും അവനോട് പറയുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും നേരെ സ്കൂളിലേക്ക് പോകുന്നു. അതേസമയം ആ ഇവിൾ സ്പിരിറ്റ് ആകട്ടെ നാമിനെയും കൊണ്ട് സ്കൂളിന്റെ മുകളിലേക്ക് പോവുകയായിരുന്നു. താഴെ ഉണ്ടായിരുന്ന ലോക്കെല്ലാം തന്നെ തകർത്തുകൊണ്ടാണ് അത് പോയിക്കൊണ്ടിരുന്നത്. എന്നിട്ട് ഇവരുടെ ക്ലാസിന്റെ ജനലിൽ കയറി ഇരിക്കുകയായിരുന്നു. താഴ്ന്നു വന്ന വൂസുവും ഡൂഷുമും ഇത് കണ്ടുകൊണ്ട് ഓടി മുകളിലേക്ക് എത്തി. ക്ലാസ് റൂമിന്റെ ഡോറ് കടന്നു വന്നതും നാമിനെയും കൊണ്ട് ആ സ്പിരിറ്റ് താഴേക്ക് ചാടാനുള്ള ശ്രമത്തിലായിരുന്നു. അവള് പെട്ടെന്ന് നിൽക്കാൻ ആവശ്യപ്പെടുന്നു. നീ എന്ത് ചെയ്യാൻ പോവുകയാണെന്ന് ആ സ്പിരിറ്റ് ചോദിക്കുമ്പോൾ ഞാൻ നിന്നെ പിടിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് അവള് കുറെ മന്ത്രങ്ങളൊക്കെ ഉച്ചരിക്കുന്നു. എന്നിട്ട് അവനെ പിടിച്ച് താഴേക്കിടുകയാണ്. ആ മന്ത്രങ്ങൾ കാരണം അതിന്റെ ശക്തിയൊക്കെ കുറച്ചൊക്കെ ക്ഷയിക്കുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യണമെന്ന് വൂസു അവളോട് ചോദിക്കുമ്പോൾ അവള് പറയുന്നുണ്ട്, ഈ സ്പിരിറ്റ് നാമിന്റെ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സമയത്ത് ഈ ആയുധം കൊണ്ട് ആ സ്പിരിറ്റിന്റെ തലയിലേക്ക് വെട്ടണം, എന്നാൽ മാത്രമേ ഈ സ്പിരിറ്റ് നശിച്ചു പോകൂ. എന്നാൽ ആ സ്പിരിറ്റ് ആകട്ടെ അവരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് നാമം സംസാരിക്കുന്ന പോലെയൊക്കെ സംസാരിക്കുന്നുണ്ട്. പക്ഷെ അത് നാമല്ലാന്നും ഇതെല്ലാം സ്പിരിറ്റിന്റെ അടവാണെന്നും ഡൂഷും വൂസുവിനോട് പറയുന്നു. നാമിനോട് സ്ഥിരമായിട്ട് പറയാറുള്ള ഒരു കാര്യം ഒന്ന് പറയാമോന്ന് ചോദിക്കുമ്പോൾ ആ സ്പിരിറ്റിന് അത് അറിയാത്ത കാരണം അതൊന്നും വേണ്ടുന്നില്ല. അതോടെ വൂസുവിനും മനസ്സിലായി ഇത് നാമല്ല, ആ സ്പിരിറ്റ് തന്നെയാണ് സംസാരിക്കുന്നതെന്ന്. അത് തന്റെ മുഴുവൻ ശക്തി ഉപയോഗിച്ച് ഇവരെ രണ്ടുപേരെയും തള്ളിമാറ്റി ആ ജനലിന്റെ അരികിലേക്ക് തന്നെ പോകുന്നു. എന്നെ ആർക്കും തടയാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് താഴേക്ക് ചാടുകയായിരുന്നു. ഇവർ രണ്ടുപേരും നാമിന്റെ കാലിൽ പിടിക്കാൻ ശ്രമിച്ചെങ്കിലും നാമിനെയും കൊണ്ട് ആ സ്പിരിറ്റ് താഴേക്ക് വീണു. ആ കാഴ്ച കണ്ട് ഞെട്ടിത്തെറിച്ച് നിൽക്കുകയായിരുന്നു അവർ. നാമിനെ രക്ഷിക്കാൻ അവർക്ക് സാധിച്ചില്ല. താഴേക്ക് അവർ ഓടി വരുമ്പോൾ നാമിന് ചെറിയ രീതിയിൽ ജീവൻ ഉണ്ടായിരുന്നു. ഇവനെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ പോകുമ്പോഴേക്കും ഇവൻ മരിച്ചു പോകും. ആ സമയത്ത് നാമിന്റെ ആത്മാവ് പുറത്തേക്ക് വന്ന് നിൽക്കുന്നതായിട്ട് നമ്മളെ കാണിക്കുന്നുണ്ട്. വൂസു തന്റെ സർവ്വശക്തി ഉപയോഗിച്ച് അവന് CPR ഒക്കെ കൊടുക്കുന്നു. എന്നാൽ നാമിന്റെ ആത്മാവിന് ആ ബോഡിയിലേക്ക് തിരിച്ചു പോകാനും പറ്റുന്നില്ല. അവൻ എപ്പോ വേണമെങ്കിലും മരിക്കാവുന്ന ഒരു കണ്ടീഷനിലുമാണ്. ഒട്ടും സമയം കളയാതെ എങ്ങനെ ഇവനെ ഹോസ്പിറ്റലിൽ എത്തിക്കുമെന്ന് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ ആംബുലൻസ് ഒക്കെ വിളിച്ചിട്ട് പോകുമ്പോഴേക്കും ഒരുപാട് ടൈം ആകും. പെട്ടെന്നാണ് ഹ്യൂൻസുവിനെ കുറിച്ച് അവൾക്ക് ഓർമ്മ വരുന്നത്. 5 മിനിറ്റ് കൊണ്ട് ഇവനെ ഹോസ്പിറ്റലിൽ എത്തിക്കണമെങ്കിൽ അത് ഹ്യൂൻസുവിനെ പറ്റൂ. ഹ്യൂൻസുവിന്റെ ആത്മാവിനോട് അവൾ പറയുന്നുണ്ട്, നീ നാമിന്റെ ഈ ബോഡിയിൽ കയറിയ ശേഷം ഇവിടുന്ന് ഒരു ബൈക്ക് കൊടുത്തുകൊണ്ട് ട്രാഫിക് എല്ലാം കടന്ന് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തണമെന്ന്. ഈ ട്രാഫിക്കിൽ കാറിൽ കൊണ്ടുപോകുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല. അവൾ പറഞ്ഞ ഉടനെ തന്നെ ഹ്യൂൻസു നാമിന്റെ ബോഡിയിലേക്ക് കയറുന്നു. എന്നിട്ട് അവൻ നേരെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നതാണ് കാണിക്കുന്നത്. ബൈക്കിൽ ഹോസ്പിറ്റലിലെത്തി അവനാകട്ടെ നേരെ ഡോക്ടേഴ്സിനോട് എന്നെ ചികിത്സിക്കുമെന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ബെഡിൽ പോയി കിടക്കുന്നു. നാമിന്റെ ശരീരത്തിൽ നിന്നും ഹ്യൂൻസ് പുറത്തേക്ക് ഇറങ്ങിയതും അവന്റെ തലയിൽ നിന്നും ബ്ലഡ് ഒഴുകാൻ തുടങ്ങി. പെട്ടെന്ന് ഡോക്ടേഴ്സ് അവനെ ചികിത്സിക്കാൻ ആരംഭിച്ചു. എന്താ നടക്കുന്നതെന്ന് അവർക്ക് പോലും
പോലും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഡൂഷുമും വൂസുവും പെട്ടെന്ന് അവിടേക്ക് എത്തി. നാമിന്റെ അവസ്ഥ കണ്ടിട്ട് അവർക്ക് സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. എത്രയും പെട്ടെന്ന് ആ സ്പിരിറ്റിനെ പിടിക്കണമെന്നാണ് വൂസു പറയുന്നത്, അല്ലെങ്കിൽ ഇനിയും കുട്ടികൾ മരിക്കും. അടുത്ത സീനിൽ കാണിക്കുന്ന പ്രിൻസിപ്പൽ സ്കൂളിലേക്ക് വരുമ്പോൾ അവിടെയെല്ലാം തന്നെ പൂട്ടൊക്കെ തകർത്തിട്ടിരിക്കുന്നതും രക്തം പുരണ്ട് കിടക്കുന്നതുമാണ്. ആ സ്പിരിറ്റ് എവിടെയെന്ന് ചിന്തിച്ച് അയാൾ അകത്തേക്ക് കയറുമ്പോഴാകട്ടെ വൂസുവിന്റെയും ഡൂഷുവിന്റെയും ക്ലാസ് ടീച്ചറിന്റെ ദേഹത്ത് കയറി ആ സ്പിരിറ്റ് അയാളുടെ മുന്നിലേക്ക് വരുന്നു. നാം ഇപ്പോഴും മരിച്ചിട്ടില്ല എന്നറിഞ്ഞ ആ സ്പിരിറ്റ് ആകെ ദേഷ്യത്തിൽ വന്നിട്ട് പ്രിൻസിപ്പലിനെ ആക്രമിക്കുകയാണ്. ആ ഡൂഷ്യം കാരണം ഇത്തവണ ഏറ്റവും കുറഞ്ഞ റാങ്ക് വാങ്ങിച്ച പയ്യനെ എനിക്ക് പൂർണ്ണമായിട്ടും കൊല്ലാൻ സാധിച്ചില്ല. ഞാൻ അവളെ കൊന്ന് അവളുടെ ആത്മാവിനെ എടുക്കുമെന്ന് ഇതിങ്ങനെ ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് പ്രിൻസിപ്പൽ അതിനെ ശാന്തമാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് നല്ല ദേഷ്യത്തിൽ തന്നെയായിരുന്നു. എന്റെ വഴിയിൽ നീ പോലും ഇനി വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അത് ഷൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് പ്രിൻസിപ്പൽ തന്റെ പോക്കറ്റിലുണ്ടായിരുന്ന മന്ത്രങ്ങൾ എഴുതിയൊരു തുണിയെടുത്ത് അതിന്റെ നെറ്റിയിലേക്ക് വെക്കുകയും അതിന്റെ ശക്തി കുറയ്ക്കുകയും ചെയ്യുന്നു. എന്നിട്ട് തന്റെ കയ്യിലുണ്ടായിരുന്ന ചെറിയ സഞ്ചിയിലേക്ക് ആ ആത്മാവിനെ തിരിച്ചു കയറ്റുന്നു. എനിക്ക് ഡൂഷുമിനെ കൊല്ലണം എന്ന് പറഞ്ഞുകൊണ്ട് അത് ആ സഞ്ചിയിലേക്ക് കയറി. അങ്ങനെയെന്ന് സ്കൂളിലെത്തിയ ഡൂഷുമിനെ ആകട്ടെ പ്രിൻസിപ്പൽ തന്റെ റൂമിലേക്ക് വിളിക്കുന്നു. അവിടെ അവരുടെ ഹെഡ് ടീച്ചറും വൂസുവിന്റെ അമ്മയും ഇരിപ്പുണ്ടായിരുന്നു. എന്നാൽ അവളെ അവിടെ ഒറ്റയ്ക്ക് വിടാതെ വൂസുവും ഉള്ളിലേക്ക് കയറി ചെല്ലുകയാണ്. ഇത് കണ്ടിട്ട് അവന്റെ അമ്മ പോലും ഞെട്ടിപ്പോയി. നിന്നെ ആരും ഇവിടെ വിളിച്ചില്ല എന്ന് പറഞ്ഞെങ്കിലും ഞാൻ ഇവളുടെ കൂടെ തന്നെ ഉണ്ടാകുമെന്നാണ് വൂസു അവരോട് പറയുന്നത്. തന്റെ മുന്നിലിരിക്കുന്നവരെല്ലാം തന്നെ തനിക്കെതിരാണെങ്കിലും തന്റെ കൂടെ തന്നെ സപ്പോർട്ട് ചെയ്ത് നിൽക്കാൻ ഒരാളുണ്ടെന്ന് ഡൂഷും മനസ്സിൽ ആലോചിക്കുന്ന സമയത്താണ് ഈ 7ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. 8ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തില് പ്രിൻസിപ്പൽ അവളോട് പറയുന്നുണ്ട്, ഒന്നുകിൽ നീ സ്കൂളിൽ നിന്നും ക്വിറ്റ് ചെയ്തു പോകണം, അല്ലെങ്കിൽ മറ്റൊരു സ്കൂളിലേക്ക് ട്രാൻസ്ഫർ വാങ്ങി പോകണമെന്ന്. അത് കേട്ടതും വൂസു ഒന്ന് ഞെട്ടി. അവൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ പ്രിൻസിപ്പൽ പറയുന്നുണ്ട്, ഈ സ്കൂളിന്റെ അന്തരീക്ഷം തന്നെ അവൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സ്കൂളിനൊരു പേരും നിലയും വിലയൊക്കെ ഉണ്ട്. അത് നിങ്ങളായിട്ട് നശിപ്പിച്ചു കഴിഞ്ഞാൽ ഈ സ്കൂളിൽ നിന്ന് നിങ്ങൾ പോകേണ്ടി വരും. അവൾ സ്കൂളിൽ നിന്ന് പോവുകയാണെങ്കിൽ ഞാനും പോകേണ്ടി വരും. അവൾ ഒറ്റയ്ക്കല്ല ഒന്നും ചെയ്തത്, ഞാനും എല്ലാത്തിനും കൂടെ ഉണ്ടായിരുന്നു എന്ന് വൂസു പറയുന്നു. അവൻ അങ്ങനെ പറയുന്ന കേട്ട് അവന്റെ അമ്മ അവനെ വഴക്ക് പറയുന്നുണ്ട്. എന്നാൽ അവനെ പോലെ പഠിക്കുന്ന ഒരു കുട്ടിയെ സ്കൂളിൽ നിന്നും പോകാൻ ഒരിക്കലും പ്രിൻസിപ്പൽ അനുവദിക്കില്ല എന്ന് അവനറിയാം. ഡൂഷിമിനോട് പ്രിൻസിപ്പൽ പറയുന്നുണ്ട്, തലേന്ന് നിങ്ങളുടെ ക്ലാസ് റൂമിൽ നിന്നും നാം താഴേക്ക് ചാടിയ സമയത്ത് നീ ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് അറിവ് കിട്ടിയത്. അങ്ങനെയുള്ള റീസൺ കൊണ്ട് നീ ഒരിക്കലും ഇവിടെ തുടരാൻ പാടില്ല. എന്നാൽ ആ സമയത്ത് താനും കൂടെ ഉണ്ടായിരുന്നു എന്ന് വൂസുവും പറയുന്നു. അവള് നിന്നെ ഫോഴ്സ് ചെയ്ത് കൂടെ കൂട്ടിയതായിരിക്കും എന്ന് മറ്റുള്ളവർ പറയുമ്പോൾ അവൻ പറയുന്നുണ്ട്, അവളല്ല, ഞാനാണ് അവളെ ഫോഴ്സ് ചെയ്തും പേടിപ്പിച്ചും ഇവിടേക്ക് കൂട്ടിക്കൊണ്ട് വന്നതെന്ന്. ഞങ്ങളുടെ ഫ്രണ്ടിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത്. ഒരു രീതിയിലും ഇവളെ സ്കൂളിൽ മാറ്റാൻ ഇവൻ സമ്മതിക്കാത്ത കാരണം പ്രിൻസിപ്പൽ പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇവൾക്ക് ഒരു ചാൻസ് കൂടി കൊടുക്കാമെന്ന്. എന്നാൽ അയാളുടെ മനസ്സിൽ വേറെ എന്തൊക്കെയോ ഉദ്ദേശമായിരുന്നു. പ്രിൻസിപ്പൽ അങ്ങനെ പറയുന്ന കേട്ടിട്ട് വൂസുവിന്റെ അമ്മയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. അവർ അവിടെ നിന്നും ഇറങ്ങാൻ നേരത്താണ് ഡൂഷിമിനെ പ്രിൻസിപ്പൽ വിളിച്ച വിവരം അറിഞ്ഞിട്ട് ഡൂഷിമിന്റെ അമ്മ അവിടെ ഓടിയെത്തുന്നത്. അവർ ഏതോ ഒരു എക്സോസത്തിന്റെ നടുക്കരിക്കുമ്പോഴാണ് ഓടി ഇങ്ങോട്ട് വരുന്നത്. അത് കാരണം ആ ഒരു രീതിയിലായിരുന്നു അവർ ഡ്രസ് ചെയ്തിരുന്നത്. അവരുടെ കയ്യില് ആത്മാവിന്റെ പ്രസൻസ് വരുമ്പോൾ സൗണ്ട് ഉണ്ടാക്കുന്ന ചെറിയൊരു മണി ഉണ്ടായിരുന്നു. ഇവർ ഈ വേഷത്തിൽ അവിടേക്ക് വരുന്ന കണ്ടിട്ട് വൂസുവിന്റെ അമ്മ നിങ്ങൾ എന്താ ഇങ്ങനത്തെ വേഷത്തിലൊക്കെ വരുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ ഒരു എക്സോസത്തിന്റെ നടക്കുന്ന വന്നതാണെന്നൊക്കെ അവർ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അവരുടെ ശരീരത്തിൽ കെട്ടിയിട്ടിരുന്ന ആ ചെറിയ മണി കിലുങ്ങാൻ തുടങ്ങി. അപ്പോഴേ അവർക്ക് മനസ്സിലായി ഇവിടെ ഏതോ ആത്മാവിന്റെ പ്രസൻസ് ഉണ്ടെന്ന്. ആ ആത്മാവുള്ള സ്ഥലത്തേക്ക് ഇവരുടെ മണി ഇവരെയും കൊണ്ട് പോകുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് വൂസുവിന്റെ അമ്മയും ബാക്കിയുള്ളവരും പേടിക്കുന്നു. ആ അണ്ടർഗ്രൗണ്ടിലേക്കുള്ള ഡോറിന്റെ അടുത്തേക്കാണ് അത് പോയത്. ഡൂഷിമിന്റെ അമ്മയാകട്ടെ ആ സ്ഥലത്ത് എത്തിക്കഴിയുമ്പോഴേക്കും വല്ലാതെ പേടിച്ച് അവിടെ നിന്നും തിരിഞ്ഞോടുകയാണ്. ഇവിടെ പ്രിൻസിപ്പൽ ഡൂഷിമിനോട് പറയുന്നുണ്ട്, നിനക്ക് നിന്റെ സ്റ്റഡീസിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ സ്കൂൾ തുടരാമെന്ന്. അപ്പൊ നിങ്ങൾ ശരിക്കും എന്നെ സ്കൂൾ മാറ്റുന്നില്ലേ എന്ന് അവളൊന്ന് സംശയത്തോട് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട്, നീ സ്കൂളിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ ഇവൾ സ്പിരിറ്റിനെ പറ്റി ഒന്നും സംസാരിക്കാതെ ഇരിക്കുവാണെങ്കിൽ സ്കൂൾ തുടരാമെന്ന്. ഈ ഇവൾ സ്പിരിറ്റിനെ പറ്റി നിങ്ങൾക്ക് എങ്ങനെ അറിയാമെന്ന് ചോദിക്കുമ്പോൾ അയാൾ പെട്ടെന്നൊന്ന് വിറയ്ക്കുന്നു. എന്നിട്ട് ഒന്ന് ആലോചിച്ചിട്ട് പറയുന്നുണ്ട്, ഇവിടെ കുട്ടികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന കേട്ടു, അങ്ങനെ ഞാൻ അറിഞ്ഞതെന്ന്. നീ നിന്റെ സ്റ്റഡീസിൽ കോൺസെൻട്രേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവളുടെ പ്രോഗ്രസ് കാർഡ് എടുത്ത് അവളുടെ കയ്യിലേക്ക് കൊടുക്കുന്നു. എന്നാൽ ആ കാർഡ് നോക്കിയപ്പോൾ അവൾക്ക് മനസ്സിലായി അത് തന്റേതല്ല എന്ന്. നിനക്ക് ഒരുപാട് മാർക്ക് കുറവാ, നന്നായിട്ട് പഠിക്കുന്ന പറഞ്ഞിട്ട് അയാൾ അവളെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. കഴിഞ്ഞ സ്കൂളിൽ ഞാനായിരുന്നു അവിടുത്തെ ടോപ്പെന്നും അയാൾ മനഃപൂർവ്വം എന്റെ പ്രോഗ്രസ് കാർഡ് മാർക്കൊക്കെ മാറ്റിയാണ് എനിക്ക് തന്നിരിക്കുന്നതെന്ന് വൂസുവിനോട് അവൾ പറയുന്നുണ്ട്. അതൊക്കെ നമുക്ക് ശരിയാക്കാം, ഇപ്പൊ നമുക്ക് നാമിനെ കുറിച്ചുള്ള കാര്യങ്ങൾ സംസാരിക്കാമെന്നാണ് അവൻ പറയുന്നത്. ആ ഇവൾ സ്പിരിറ്റ് ഇപ്പോഴും കറങ്ങി നടക്കുന്ന കാരണം അവന്റെ സോളിനെ നമ്മൾ എന്തു ചെയ്യുന്നു ചോദിക്കുമ്പോൾ അവള് പറയുന്നുണ്ട്, ഓൾറെഡി തന്നെ അവന്റെ സോളിനെ ഞാൻ ഇവിടെ നിന്ന് മാറ്റിയെന്ന്. എങ്ങോട്ടാണെന്ന് ചോദിക്കുമ്പോൾ അവള് പറയുന്നുണ്ട്, അത് എനിക്കും അറിയില്ല. ഞാൻ ഹ്യൂൻസുവിന്റെ ആത്മാവിനോട് പറഞ്ഞിട്ടുണ്ട് നാമിന്റെ സോളിനെ എവിടെയെങ്കിലും കൊണ്ട് ഒളിപ്പിച്ച് വെക്കാൻ. ആ ഇവൾ സ്പിരിറ്റിന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അവന്റെ സോളിനെയും ആ ഇവൾ സ്പിരിറ്റ് വശത്താക്കും. എന്നോട് പോലും പറയണ്ടെന്ന് പറഞ്ഞതിന് കാരണം തന്നെ അതാണ്. എന്റെ ബോഡിയിലെങ്ങാനും അത് കയറിയിട്ട് എന്റെ ഉള്ളിൽ നിന്ന് അത് മനസ്സിലാക്കാൻ ശ്രമിക്കും ചിലപ്പോ. അതുകൊണ്ട് ഹ്യൂൻസുവിന് മാത്രമേ അറിയൂ നാമിന്റെ സോൾ എവിടെയാണെന്നുള്ളത്. ഇവിടെ പ്രിൻസിപ്പൽ ടീച്ചറിനോട് അടുത്ത എക്സാമിനെ പറ്റി സംസാരിക്കുന്നു. ഇപ്പോൾ ഒരെണ്ണം കഴിഞ്ഞല്ലേ ഉള്ളൂ, ഇനി ഉടനെ വേണമെന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട് ഉടനെ തന്നെ വേണമെന്ന്. എക്സാമിനെ പറ്റി കുട്ടികൾ അറിഞ്ഞതോടുകൂടി ഈ ഒരു പെൺകുട്ടി ആകെ ടെൻഷനിലായി. ഇനി ഏറ്റവും ബോട്ടർ റാങ്കിൽ വരാൻ പോകുന്നത് അവളായിരിക്കുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. ബാക്കി എല്ലാവരും അവളെക്കാളും നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളാണ്. അവൾ അങ്ങനെ ഓരോന്നാലോചിച്ച് വിഷമിച്ചിരിക്കുമ്പോൾ ഡൂഷിം അവിടേക്ക് വരുന്നു. അവളാകട്ടെ ഡൂഷിമിനോട് ചോദിക്കുന്നുണ്ട്, നീ ഒരു ശമനാണെന്നല്ലേ ഇവിടെ എല്ലാവരും പറയുന്നത്, എന്റെ ഭാവി നിനക്ക് കാണാൻ സാധിക്കുമോ? അടുത്ത എക്സാമിന് ശേഷം മരിക്കാൻ പോകുന്ന വ്യക്തി ഞാനാണെന്ന് നീ ഒന്ന് പറ. അങ്ങനെ അവൾ ദേഷ്യത്തോട് സംസാരിക്കുകയായിരുന്നു. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കാതെ മര്യാദയ്ക്ക് പഠിക്കാനാണ് ഡൂഷിം അവളോട് പറയുന്നത്. ആ പെൺകുട്ടി
പെൺകുട്ടിയാകട്ടെ ദേഷ്യത്തിൽ തന്റെ ബാഗും വലിച്ചെറിഞ്ഞിട്ട് അവിടെ നിന്ന് ഓടിപ്പോയി. അപ്പോഴാണ് വൂസു അവിടേക്ക് വരുന്നത്. അവൾ എന്തെങ്കിലും മണ്ടത്തരങ്ങൾ കാണിക്കുന്നു വിചാരിച്ച് ഇവർ രണ്ടുപേരും അവളെ തിരക്കി ഓടുന്നു. അവളാകട്ടെ അടുത്ത എക്സാമിന് താൻ ഏറ്റവും കുറഞ്ഞ റാങ്ക് വാങ്ങിക്കുമെന്നും താനും മരിക്കുമെന്നും ഒക്കെ പേടിച്ചിട്ട് ഇപ്പൊ തന്നെ ആത്മഹത്യ ചെയ്യാനുള്ള തീരുമാനത്തിലായിരുന്നു. കയ്യിലെ വെയിൻ കട്ട് ചെയ്യാൻ വേണ്ടിട്ട് തീരുമാനിച്ചിരിക്കുമ്പോഴാണ് പുറത്തു നിന്നൊരു സൗണ്ട് കേൾക്കുന്നത്. അവളുടെ ബാഗ് ആകട്ടെ വൂസു അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇവൾക്ക് കോമിക് കഥാപാത്രങ്ങളെ വരയ്ക്കുന്നത് ഒരുപാട് ഇഷ്ടമായിരുന്നു. ഭാവിയിൽ വലിയൊരു ആർട്ടിസ്റ്റ് ആവണമെന്നൊക്കെ ഇവൾക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. പുറത്ത് ആരോ സംസാരിക്കുന്ന പോലെ സൗണ്ട് കേട്ടിട്ട് അവൾ ഇറങ്ങി നോക്കുമ്പോൾ അവളുടെ ബാഗ് ഇരിക്കുന്നതായിട്ട് കാണുന്നു. ഡൂഷുമാണത് അവിടെ കൊണ്ടുവച്ചത്. അവൾ വരച്ചിരുന്ന കാർട്ടൂൺ കഥാപാത്രങ്ങളെല്ലാം തന്നെ സംസാരിക്കുന്ന പോലെ അവൾക്ക് തോന്നുന്നുണ്ട്. എന്താ നടക്കുന്നതെന്ന് മനസ്സിലാകാതെ അവൾ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ഡൂഷും അവളോട് പറയുന്നുണ്ട്, നീ ഒരു മണ്ടത്തരം കാണിക്കേണ്ട കാര്യമില്ല, ഒരിക്കലും ഈ എക്സാമിന് നീ ആയിരിക്കില്ല മരിക്കാൻ പോകുന്നതെന്ന്. നിനക്കെന്റെ ഭാവി കാണാൻ സാധിക്കുന്നുണ്ടോന്ന് ചോദിക്കുമ്പോൾ ഡൂഷ്യം പറയുന്നുണ്ട്, നീ നല്ലൊരു വെബ്ടൂൺ ആർട്ടിസ്റ്റ് ആകും, അതുകൊണ്ട് നീ അതിനു വേണ്ടിയിട്ട് ശ്രമിക്കാൻ. ഈ എക്സാമിന് നീ കുറഞ്ഞ റാങ്ക് വാങ്ങിക്കുമെന്നും മരിക്കുമെന്നൊന്നും നീ പേടിക്കേണ്ട കാര്യമേ ഇല്ല. അങ്ങനെ അവള് മരിക്കാൻ വേണ്ടി കൊണ്ടുവന്ന കത്തി തിരിച്ച് വൂസുവിന്റെ കയ്യിൽ കൊടുക്കുന്നു. വൂസു ഡൂഷ്യമിനോട് ചോദിക്കുന്നുണ്ട്, ആ കുട്ടി മരിക്കില്ല എന്ന് നീ ഇത്ര ഉറപ്പിൽ എങ്ങനെയാ പറയുന്നതെന്ന്. നീ അത്രയ്ക്ക് കോൺഫിഡന്റ് ആണോ? അതിനു മുമ്പായി ഇവിൾസ്പെറ്റിനെ പിടിക്കുവോ? എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടെന്നാണ് അവള് പറയുന്നത്. അവള് മനസ്സിൽ എന്തൊക്കെയോ വിചാരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. എന്താണെങ്കിലും നമ്മൾ ഒരുമിച്ച് ഇതിനെ നേരിടുമെന്നാണ് വൂസു പറയുന്നത്. അവൾ വീട്ടിലേക്ക് എത്താൻ നേരത്ത് ഹ്യൂൻസിന്റെ ആത്മാവ് അവളോട് പറയുന്നുണ്ട്, ആ ഇവിൾ സ്പിരിറ്റ് ഇവിടെ വന്ന സമയത്ത് അതിന്റെ കൂടെ ഞാൻ ഒരാളെ കൂടി കണ്ടിരുന്നു. അയാളാണ് ഈ ഇവിൾ സ്പിരിറ്റിനെ ഇവിടെ നിന്നും കൊണ്ടുപോയത്. പക്ഷെ അയാളെ എനിക്ക് എപ്പോഴോ കണ്ട നല്ല ഓർമ്മയുണ്ട്. എനിക്ക് പരിചയമുള്ള ആളെ പോലെയാണ് തോന്നുന്നത്. പക്ഷെ എവിടെയാ കണ്ടത്, എങ്ങനെ എനിക്ക് അയാളെ പരിചയമൊന്നും എനിക്ക് ഓർമ്മയില്ല. ആത്മാവായ ശേഷം ഹ്യൂൻസ് പഴയ കാര്യങ്ങളൊക്കെ മറന്നുപോയിട്ടുണ്ടായിരുന്നു. മറന്നുപോയ കാര്യങ്ങൾ ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് നീ ഒരു എക്സസൈസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അവള് ചുമ്മാ തമാശയ്ക്ക് അവന്റെ എക്സസൈസ് പറഞ്ഞു കൊടുക്കുന്നു. അവനാകട്ടെ അതങ്ങ് സീരിയസ് ആയിട്ട് എടുക്കുകയും ചെയ്തു. അവന്റെ അമ്മ എവിടെയാണെന്ന് പോലും അവന് ഓർമ്മയില്ലായിരുന്നു. അത് ചോദിക്കാൻ വേണ്ടിയിട്ട് ഇവളുടെ പിറകെ നടക്കുന്നത്. അമ്മയുടെ കാര്യമെങ്കിലും ഓർമ്മ വരട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇവൻ ഈ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വീടിനുള്ളിലേക്ക് കയറിയപ്പോ അവളുടെ അമ്മയാകട്ടെ ആകെ പേടിച്ചു വിറച്ച് ഒരിടത്തിരിക്കുന്നതാണ് കാണുന്നത്. എന്താ സംഭവം, എന്ത് പറ്റിയെന്നൊക്കെ അവൾ അമ്മയോട് ചോദിക്കുമ്പോൾ അവളുടെ അമ്മ പറയുന്നുണ്ട്, സ്കൂളിൽ പോയ സമയത്ത് ഞാൻ അവിടെ ചില കാര്യങ്ങൾ കണ്ടുവെന്ന്. ആ സ്കൂളിൽ നീ വിചാരിക്കുന്ന പോലെ ഒരാത്മാവല്ല ഉള്ളത്, ഒരുപാട് ആത്മാക്കള് അവിടെ ഉണ്ട്. ആ ബേസ്മെന്റിലാണ് അതുള്ളത്. അത് കേട്ട് ഡൂഷ്മൻ ഞെട്ടി. പിറ്റേന്ന് സ്കൂളിൽ ചെന്നപ്പോ ഫ്രീ പീരീഡില് എല്ലാവരും ഓരോന്നൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വൂസു ആകട്ടെ അവിടെ ഇരുന്ന് ഉറങ്ങുകയായിരുന്നു. ഡൂഷിമോ വൂസു കാണാതെ ആ ഒരു ബേസ്മെന്റിലുള്ള റൂമിലേക്ക് പോകുന്നു. ആ റൂമിനുള്ളിൽ നിന്നും എന്തൊക്കെയോ സൗണ്ടുകൾ കേൾക്കുകയും അവൾക്ക് ആകെ വല്ലാതെ വന്നിട്ട് അവളുടെ കയ്യിൽ നിന്ന് ഫോണൊക്കെ താഴെ വീണ് അവൾ ചെവി പൊത്തിപ്പിടിക്കുന്നുണ്ട്. എന്നിട്ട് അവള് ബോധം കെട്ട് ബാക്കിലേക്ക് വീഴുന്നതാണ് കാണിക്കുന്നത്. കുറെ കഴിയുമ്പോൾ വൂസു വന്ന് നോക്കുമ്പോഴാകട്ടെ ആ വാതിലിനുള്ളിൽ അവനാകട്ടെ ആ സ്കൂളിൽ മരിച്ച ഒരുപാട് കുട്ടികളുടെ ആത്മാവിനെ കാണുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഡൂഷിമോ ഉണ്ടായിരുന്നു. അവിടെയാണ് ഈ 8ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അടുത്ത എപ്പിസോഡുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.